നിഷ തിരുവഴയിൽ നിന്നായിരുന്നു. ഞാൻ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായി കൃപ തന്ന മാതാവിനും യേശോപ്പയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞാൻ 23 വർഷമായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്ന ഒരാളാണ്. കാണാത്ത ഡോക്ടർമാരില്ല, കഴിക്കാത്ത മരുന്നുകളില്ല, ഒന്നുമില്ല. പച്ചമരുന്നുകൾ, ഹോമിയോ, ആയുർവേദം എല്ലാം കഴിച്ചതാണ്. എനിക്ക് ഒരുപാട് വന്ന് കൂടിപ്പോയി. മാസത്തിൽ ഒരു ദിവസം യൂറിൻ ഇൻഫെക്ഷൻ വന്ന് എന്നും ആശുപത്രിയിൽ പോകാനും ട്രിപ്പ് ഇടാനും എപ്പോഴും അതിനെ നേരം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഫാമിലി ലൈഫിൽ വന്നപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. അത് കുറേയൊക്കെ ഇടയ്ക്ക് മാറിപ്പോവും, ഇടയ്ക്ക് ഇങ്ങനെ വരും. പിന്നെ അങ്ങനെ മാസത്തിലൊരു ദിവസം എന്തായാലും ഉണ്ടാവും. അങ്ങനെ പോയി. എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019. അതിൽ എനിക്ക് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരുന്നത് 2023 2023 ഏപ്രിൽ 17 ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഞാനിവിടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് വന്നത് 2017. അമ്മയുടെ കൂടെ ചുമ്മാ വന്നതാണ്. അപ്പോൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പിന്നെ 2017 തന്നെ ഞാൻ ഗൾഫിലോട്ട് പോയി. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ പിന്നെ അതിന് ശേഷം അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഒരുപാട് തവണ ഞാൻ ആ അസുഖം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് എപ്പോഴും അവിടെയും ആശുപത്രിയിൽ പോകാൻ തന്നെ നേരം ഉണ്ടായിരുന്നുള്ളൂ. അവസാനം യൂറിൽ കൂടി ബ്ലഡ് വരെ പോകാൻ തുടങ്ങി. ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ജോലി എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. തല പൊങ്ങത്തില്ലായിരുന്നു എൻ്റെ. അവസാനം പിന്നെ അമ്മ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച്. എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഞാനതുകൊണ്ട് ആദ്യമൊന്നും പ്രാർത്ഥിക്കത്തൊന്നുമില്ലായിരുന്നു. ഉടമ്പടി തൈലവും ഉപ്പൊക്കെ എനിക്ക് തന്നു വിട്ടായിരുന്നു. ഞാൻ പക്ഷെ കഴിക്കില്ലായിരുന്നു. പിന്നീട് എനിക്കത് കഴിക്കാതെ നിവർത്തിയില്ലാണ്ടെന്നായി. പിന്നെ അങ്ങനെ ഞാൻ പിന്നെ കഴിക്കാൻ തുടങ്ങി. 2023 ആയപ്പോഴത്തേക്കും 2022 ഞാനിവിടെ അസുഖങ്ങളെല്ലാം ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം യൂറിൻ ഇൻഫെക്ഷൻ, ബ്ലഡ് ഇൻഫെക്ഷൻ, തൈറോയിഡ് എല്ലാം വന്ന് പെട്ടെന്ന് അങ്ങ് കൂടി. എനിക്ക് ഇതെല്ലാം എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് ആദ്യം യൂറിൻ ഇൻഫെക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഈ അസുഖങ്ങളൊക്കെ വന്ന് കൂടി. എനിക്ക് പിന്നെ 2 ദിവസം അഡ്മിറ്റായി. അവിടെ ഗൾഫിൽ തന്നെ 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ചത്ത് ജീവിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആ ഡോക്ടർ എന്നെ ഇനി കയറ്റി വിട്ടോ, ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറ്റി വിട്ടതാണ്. ഞാൻ എനിക്ക് വിശ്വാസമില്ലായിരുന്നെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ വരുമ്പോൾ ഉടമ്പടി എടുത്തേക്കാന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ എനിക്കൊരു കുഴപ്പമില്ലാതെ അവിടെ നിന്ന് പോന്ന്. അതിനും വേണ്ടും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെയായിരുന്നു എനിക്ക്. അത്രയും വഷളായിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ചേച്ചിയാണ് ഞങ്ങളുടെ മെയ് 13 എന്നെ ഇങ്ങോട്ട് കയറ്റി വിടണത് 2022. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്. ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തില്ല. ഉടമ്പടി എടുക്കാതെ ഞാൻ തിരിച്ചു പോയി. വീണ്ടും അവിടെ ചെന്ന് എനിക്ക് അസുഖം വന്ന് പിന്നെയും വഷളായി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് 2000 അപ്പം തുടങ്ങി ഞാൻ എൻ്റെ അമ്മ പ്രാർത്ഥനയുള്ള എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും എന്നെക്കൊണ്ട് പറ്റാവുന്ന ഇതിൽ എല്ലാ കാര്യങ്ങളും ദേശീയപ്രവർത്തനമായാലും കാരുണ്യപ്രവൃത്തികളായാലും ഉടമ്പടിയിലെ പ്രാർത്ഥനകളായാലും ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇവിടെ വന്ന് ഞാൻ 2023 ഞാനിവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുന്നേ എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു. അപ്പോൾ 23 വർഷമായിട്ട് ജോലിയില്ലാതെ ഇരുന്നതാണ്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിൻ്റെ ഫലമായിട്ട് 6 മാസത്തേക്ക് താൽക്കാലികമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയായിരുന്നു. ആ ജോലി കിട്ടിയതിന് ശേഷമാണ് അത് വില്ലേജ് ഓഫീസിൽ ക്ലർക്കായിട്ടാണ് കിട്ടിയത്, ഗവൺമെൻറ് ജോലി. അതിന് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയി. അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തില്ല. ഞാൻ തിരിച്ചു പോയി. വീണ്ടും അവിടെ ചെന്ന് എനിക്ക് അസുഖം കൂടി. പിന്നെയും വഷളായി. അങ്ങനെ ഞാൻ 2000 ഉടുപ്പും തൈലമൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അസുഖം പതുക്കെ മാറാൻ തുടങ്ങി. എനിക്ക് തന്നെ മനസ്സിലായി എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇപ്പം എനിക്ക് എന്തായാലും എനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തേക്കാമെന്നായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ടും ഞാൻ എടുത്തില്ല. ഉള്ള ഉടമ്പടി ഞാൻ എന്നിട്ടും എടുത്തില്ല. പിന്നെയും മാറിയപ്പോൾ പിന്നെയും വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ 2023 ലാസ്റ്റായപ്പോഴത്തേക്ക് എനിക്ക് അസുഖം പിന്നെയും വന്ന് കൂടി. പിന്നെ 2024 ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ വീണ്ടും ഞാൻ 2023 ആദ്യമായി എനിക്ക് അസുഖം കൂടിയിട്ട് ഞാൻ വീണ്ടും
പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കാതെ നിവർത്തിയില്ലാണ്ട് പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പിന്നെ അതോടുകൂടി എൻ്റെ അസുഖം മാറി, പൂർണ്ണമായിട്ടും മാറി. പിന്നെ അതിന് ശേഷം ഞാൻ നാട്ടിൽ വന്ന് ഏപ്രിൽ 2023 ഏപ്രിൽ 15 അമ്മ എനിക്ക് ഒരു 2 ഡേറ്റുകൾ 7ഉം 17ഉം അമ്മ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഡേറ്റുകളാണ്. ആ ഡേറ്റുകളിലാണ് മിക്കവാറും എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നപ്പോൾ 2023 ഏപ്രിൽ 15 ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ഡേറ്റുകൾ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഫെബ്രുവരി 7 എൻ്റെ വിസ ഓൾറെഡി തന്നെത്താൻ ക്യാൻസലായിപ്പോയി. അതെങ്ങനെ ക്യാൻസലായെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ വിശ്വസിക്കുന്ന അമ്മ അത് ക്യാൻസലാക്കി എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അമ്മ തന്നെ ക്യാൻസലാക്കിയതാണെന്ന്. കാരണം ഞാൻ അവിടെ എല്ലാം അന്വേഷിച്ചിട്ടൊന്നും അവരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എങ്ങനെ ക്യാൻസലായി പോയെന്ന്. അത് സത്യം പറഞ്ഞാൽ 17 എൻ്റെ വിസ ക്യാൻസലാവേണ്ട ഡേറ്റ്, പക്ഷേ 7 ക്യാൻസലായി പോയി. അങ്ങനെ അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത്. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു 17 ഡേറ്റ് വീണ്ടും ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ 17 ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാനാണ് അമ്മ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും 15 അല്ലെങ്കിൽ ആ ഡേറ്റിൽ എനിക്കിവിടെ നാട്ടിൽ വരാൻ സാധിക്കണം. എനിക്ക് ഇവിടെ വന്ന് 17 തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 15 തന്നെ അമ്മ എന്നെ നാട്ടിലെത്തിച്ച് ഞാൻ 17 തന്നെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത്. അതിന് ശേഷം വീണ്ടും ഞാൻ ഓരോ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിന് വീണ്ടും ആ ജോലി 6 മാസത്തേക്ക് കിട്ടിയോളൂ. അത് വീണ്ടും ആ ജോലി കഴിഞ്ഞ് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് വീണ്ടും ഭർത്താവിന് ജോലിക്ക് വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ ഭർത്താവിന് 23 വർഷത്തിന് ശേഷമാണ്. എൻ്റെ ഭർത്താവ് വികലാംഗനാണ്. അപ്പോൾ പുള്ളിക്ക് അത് വികലാംഗരുടെ തസ്തികയിലാണ് അത് അപേക്ഷിച്ചിട്ടിരുന്നത്. അതിന് മുന്നേ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന എംപ്ലോയ്മെൻറ്റിൽ എന്നിട്ടൊന്നും കിട്ടിയില്ല. 23 വർഷത്തിന് ശേഷം ഞാനിവിടെ വന്ന് അമ്മേനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വീണ്ടും പെർമനൻ്റായിട്ട് ഗവൺമെൻറ് സ്കൂളിൽ പിയൂണായിട്ട് ജോലി കിട്ടി. അതും ഒരു എന്ന് വെച്ചാൽ അമ്മ എനിക്ക് കാണിച്ചു തന്ന സംഖ്യയായിരുന്നു 13. ആ 13 ഡേറ്റിലാണ് എൻ്റെ ഹസ്ബൻഡിന് ഇൻ്റർവ്യൂവിന് പേപ്പർ വന്നത്. അതുപോലെ തന്നെ ഈ ഹസ്ബൻഡിന് ഇപ്പോഴത്തെ ശമ്പളം ഒരു വർഷത്തേക്ക് ഉള്ള ശമ്പളം 13,000 രൂപ. അതുപോലെ ആ സ്കൂളിൽ ആകെ 13 കുട്ടികൾ, എല്ലാം ഒരു 13 ഇതായിരുന്നു. അപ്പോൾ അത് മാതാവിൻ്റെ ആ ഒരു ഇടപെടൽ ശരിക്കും എനിക്ക് അനുഭവപ്പെട്ട്. എൻ്റെ ഹസ്ബൻഡിനും വിശ്വാസമൊന്നുമില്ല. കാരണം വെച്ചാൽ അവർ യാക്കോബിറ്റാണ്, ഞാനും ഇപ്പോൾ യാക്കോബിറ്റിലാണ്. ഞാൻ ആദ്യം ലത്തീനായിരുന്നു, ഇപ്പം എന്നെ അതിലോട്ട് ചേർത്ത് കെട്ടിച്ചാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ വിശ്വാസമില്ല. അവർക്ക് കൊന്തയും കാര്യങ്ങളും അങ്ങനെയൊന്നും കൂടുതലില്ലാത്തതുകൊണ്ടാണ് അവർക്ക് അതിലുള്ള വിശ്വാസം ഇല്ലാത്തത്. എന്നാലും ഇപ്പോൾ വിശ്വാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ 17 വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ആ ജോലി കിട്ടി. ഇപ്പോൾ പെർമനൻ്റായിട്ട് ആ ജോലി കിട്ടി. പിന്നെ 17 വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡ് കുമ്പസാരവും പ്രാർത്ഥന പിന്നെ പള്ളിപ്പോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനതും ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഇപ്പോൾ എല്ലാ മാസം എൻ്റെ കൂടെ വന്ന് കുമ്പസാരിക്കും, പള്ളിയിൽ വരും, എല്ലാം പ്രാർത്ഥനയിൽ പങ്കെടുക്കും, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഡൗണായി പോയാലും പുള്ളിയാണ് ഇപ്പോൾ എന്നെ ഒന്ന് ഉഷാറാക്കാറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും. പിന്നെ എൻ്റെ മോൾക്ക് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. അതും ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതും പൂർണ്ണമായിട്ട് ഉടമ്പടി തൈലം മാത്രമേ ഞാൻ തേച്ചുള്ളൂ. വേറെ മരുന്ന് തേക്കുകയോ ഒന്നും ഞാൻ ചെയ്തില്ല. ഉടമ്പടി തൈലം മാത്രം തേച്ച് മാറിയതാണ് ആ അസുഖം. അതുപോലെ തന്നെ എൻ്റെ മോന് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം 3 വിഷയങ്ങൾക്ക് എല്ലാത്തിനും പാസ്സായി. എന്നാലും 3 വിഷയത്തിന് മാർക്ക് ഇത്തിരി കുറഞ്ഞു പോയപ്പോൾ അത് 2ാമത് എഴുതിയായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അത് 3 ഫുൾ A+ഓടുകൂടി അവൻ പാസ്സായി. അതുപോലെ തന്നെ +2 അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. +2 അവനൊന്നും പഠിക്കാതെ പോയത്, ഒരു പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കാതെ അവൻ പോയത്. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം അവൻ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. പക്ഷേ അവൻ 10ലൊക്കെ ആയപ്പോഴത്തേക്കും എപ്പോഴും ഈ സിനിമ കാണലും അങ്ങനെയൊക്കെ ആയിരുന്നു, ഡൗണായി പോയി. പക്ഷേ അത് കാരണം ഒരു പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കാതെ അവൻ പോയത്. ആകെ ഉടമ്പടി കാശവും കയ്യിൽ കൊടുത്തു വിട്ടതിൻ്റെ ഒരു ധൈര്യവും ഉടമ്പടിയിൽ വെച്ചതിൻ്റെ ഒരു ധൈര്യവും മാത്രമേ എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും അവനിപ്പോൾ റിസൾട്ട് വന്ന് 82% മാർക്കോടുകൂടി അവൻ പാസ്സായി. അതുപോലെ തന്നെ എൻ്റെ എനിക്ക് പുതിയ വീട് വേണമെന്നായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത്. പക്ഷേ അത് പഴയ വീടൊന്നുമല്ല, അത്യാവശ്യം പുതിയ വീട് തന്നെയാണ്. എങ്കിലും അതിൽ ഒരുപാട് പണികൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പുതിയ വീട് വെക്കണമെന്നാണ്, പൈസയൊന്നുമില്ല, എങ്കിലും ഉടമ്പടിയിൽ വെച്ചത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പം ആ വീട് അമ്മ ആഗ്രഹിച്ചത് അത് തന്നെ പുതുക്കിയെടുക്കാനായിരുന്നായിരിക്കും. അത് ഇപ്പോൾ പുതിയ വീട് പോലെ അമ്മ എനിക്കതാക്കി തന്ന് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് ഇന്ന് അതിൻ്റെ ലാസ്റ്റ് പണി നടക്കുകയാണ്. അവിടെ പെയിൻറ്റിങ് പണി എല്ലാം അമ്മ ആഗ്രഹിച്ച പോലെ അമ്മ എല്ലാം നടത്തി തന്ന്, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെയും നടത്തി തന്ന്. എന്താ പറയുക, ഒരു എന്ത് കാര്യത്തിനാണെങ്കിലും അവിടെ
എല്ലാ കാര്യങ്ങളും അവിടെ പണിക്ക് ഓരോ ദിവസവും ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നതൊക്കെ എല്ലാവരും വരുന്നത് ഒന്നിൽ ചൊവ്വാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ ബുധനാഴ്ച, അല്ലെങ്കിൽ ശനിയാഴ്ച. അത് വരുന്ന ഏതെങ്കിലും ഒരു പണിക്കാരുടെ കാട്ടിൽ മാതാവിൻ്റെ ഉടമ്പടി ഈ കാശ് രൂപം കാണും. അപ്പോൾ അതൊക്കെ അത് മാതാവിൻ്റെ ഇടപെടലായിട്ട് എനിക്കത് തോന്നി. അത് മോളുടെ മുടിയുടെ കാര്യം, മോൾക്ക് ജന്മനാ തുടങ്ങി ഒട്ടും മുടിയില്ലായിരുന്നു. ഇങ്ങനെ 2-3 മുടി അവിടെ ഇവിടെ ചകരിച്ചോറ് പോലെ അവിടെ ഇവിടെ 2-3 മുടിയേ ഉള്ളായിരുന്നു. അതും മഞ്ഞ കളറുള്ള മുടിയായിരുന്നു. ഇപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ച് അതും പ്രാർത്ഥിച്ചിരുന്നു. അത് ഞാൻ ഉടമ്പടി തൈലം തേച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്കിപ്പോൾ മുടി വളർന്നിട്ടില്ല, പക്ഷേ മുടി തലയോട്ടി നിറച്ചും മുടിയായി, നല്ല കറുത്ത മുടിയുമായി, അത്യാവശ്യം കട്ടിയുമായിട്ടുണ്ട്. കുഴപ്പമില്ല. ഇനി അത് നീണ്ടി വളർന്നാലേ അവൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളൂന്ന് പറഞ്ഞേക്കണം. അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ വന്നില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ക്യാൻസറായിരുന്നു. അത് അവിടെ വെച്ച് തന്നെ, അത് ഗൾഫിൽ വെച്ച് തന്നെ ഞാൻ അപ്പോൾ അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് അസുഖങ്ങളായിട്ട് കിടപ്പിലായിരുന്നു. പക്ഷേ എങ്കിലും ഞാനത് അവർക്കും അറിയില്ലായിരുന്നു എന്താണ് ഈ അമ്മയ്ക്ക് അസുഖം എന്നുള്ളത്. എപ്പോഴും ഇങ്ങനെ അസുഖം വന്നത്. അങ്ങനെ അമ്മയ്ക്ക് എൻ്റെ ഫ്രണ്ട് തന്നെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, അമ്മയ്ക്ക് ഇങ്ങനെ വയറ്റിൽ ഭയങ്കര അസുഖങ്ങളാണ്, വയറ്റിൽ നിന്ന് പോക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ, ഭയങ്കര ക്ഷീണം, എഴുന്നേക്കാൻ വയ്യോ, ഒന്നുമില്ല. അപ്പോൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്കറിയില്ല എന്താണെന്ന്, എങ്കിലും ഞാൻ എൻ്റെ വയറിൽ ഞാൻ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉടമ്പടിക്ക് ആശുപത്രി കൊണ്ട് കുതിച്ചു വരച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആശുപത്രി കൂടെ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണ് എന്ന് പറഞ്ഞ്. അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട വരത്തില്ല, എന്നാലും നമുക്ക് നോക്കാം, കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മക്ക് വിശ്വാസത്തോടെ, അമ്മയോട് വിശ്വാസത്തോടെ കഴിക്കാൻ പറഞ്ഞ് ഞാൻ 2ഉം കൊടുത്തു വിട്ട്. ഫ്രണ്ട് നാട്ടിൽ പോയപ്പോൾ അതെല്ലാം കൊണ്ട് അമ്മക്ക് കൊണ്ട് കൊടുത്ത് അമ്മ അത് വിശ്വാസത്തോടുകൂടി തന്നെ അത് എല്ലാം പൂർണ്ണമായിട്ടും കഴിച്ച്. ഇപ്പോൾ അമ്മക്ക് ഓപ്പറേഷനായിട്ട് ചെയ്തില്ല, കീഹോൾ സർജറിയാണ് ചെയ്തത്. അത് ചെയ്ത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അമ്മ ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ സൗഖ്യമായിട്ട് ഇരിക്കുന്നു. അമ്മയ്ക്കും വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിലേക്ക്. കാരണം അമ്മ അവരുടെ വീണ്ട വാതക വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, കുരിശടി. അപ്പോൾ അവിടെ എപ്പോഴും അവർ ഈ വഴിപാട് നിറച്ച് പൈസ ഇടുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്കും ആ വിശ്വാസം ഉണ്ടായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മാതാവ് അവരുടെ കാര്യത്തിൽ ഇടപെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ അത് മാറിക്കിട്ടി. ഞാൻ എല്ലാ മാസവും എൻ്റെ അമ്മയുടെ കൂടെ പോകും. ഞങ്ങൾ ഇവിടെ പോകും, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകും. അവിടെ പോയി രോഗികളെ കാണും, അവർക്ക് പത്രങ്ങൾ കൊടുക്കും, അവർക്ക് ഉപ്പും തൈലമൊക്കെ കൊടുക്കും, തേച്ച് പ്രാർത്ഥിക്കും രോഗികളായിട്ടുള്ളവർ. അങ്ങനെ ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചിയും ചേട്ടനും, അവർ ക്രൈസ്തവരാണ്, അവരുടെ ആ ചേട്ടന് ക്യാൻസറാണ്. അപ്പോൾ ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസിൻ്റെ വാർഡിലാണ് ഞങ്ങൾ എപ്പോഴും പോകാറ്. അപ്പോൾ ആ ചേച്ചിക്ക് ഇവിടെ കഷത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു മുഴ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന സമയത്ത് എന്തോ അവരെ പരിചയപ്പെട്ടു. ആ സമയത്ത് അവിടെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ചേച്ചി ഭയങ്കര വേദനയുണ്ടായിരുന്നു അവിടെ. ആ ചേച്ചിക്കും പേടിയുണ്ടായിരുന്നു ക്യാൻസറിലൊക്കെ ആണോ എന്ന്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇത് തേച്ച് കൊടുത്ത് പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എന്നോട് തിരിഞ്ഞെന്ന് പറഞ്ഞു, എനിക്കിപ്പോൾ കൈ പൊക്കുമ്പോൾ വേദനയൊന്നുമില്ല, എൻ്റെ വേദന പെട്ടെന്ന് തന്നെ പോയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കണമായിരുന്നു. അപ്പോൾ ചേട്ടനും വയറ്റിലായിരുന്നു ക്യാൻസർ. ചേട്ടൻ്റെ ഇവിടെ തേച്ച് കൊടുക്കണമെന്നുണ്ട് ഒന്ന്, അതുവരെ നിങ്ങളോട് വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ ആ ചേട്ടനും തേച്ച് കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതായാലും തേച്ച് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ ചേട്ടൻ ഓൾറെഡി വിശ്വാസമുള്ള കൂട്ടത്തിലാണ്, യേശുവിനോട് വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. ഹിന്ദുക്കളാണെങ്കിലും അവർ ചേട്ടൻ ബൈബിൾ വായിക്കുകയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒക്കെ ആയിരിക്കും ആ ചേട്ടനും. അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ആ ചേട്ടൻ അസുഖമൊക്കെ മാറി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഉടമ്പടി എടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇനി വരുമ്പോൾ അവർ ഉടമ്പടി എടുക്കാനായിട്ടാണ് വന്നതെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുക്കുമായിരുന്നു. അവിടെ അവരെ കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാനും അവരെ അടിക്കാനും തുടയ്ക്കാനും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ടാവുന്ന പോലെ എല്ലാം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. എൻ്റെ കയ്യിലുള്ളതുപോലെ പൈസ ആയിട്ടാണെങ്കിലും ഫുഡായിട്ടാണെങ്കിലും ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. എൻ്റെ വീടിൻ്റെ വാതൊക്കെ തന്നെ ഒരു വല്യമ്മയുണ്ട്. ആ വല്യമ്മേനെ മക്കളൊന്നും നോക്കത്തില്ല. അപ്പം ഞാനാണ് എന്നെക്കൊണ്ടാവുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ആ വല്യമ്മ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നാലാവുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മാതാവ് കാണിച്ചെന്ന 2 ഡേറ്റുകളുണ്ട്. ആ ഡേറ്റുകളിൽ അതായത് 7-ാം തീയതി തന്നെ ഒരമ്മേനെ എനിക്ക് നോക്കാൻ അവസരം കിട്ടിയത്. ആ അമ്മയുടെ വയറ്റിൽ നിന്നൊന്നും പോകത്തില്ലായിരുന്നു. എന്നിട്ട് അമ്മയ്ക്ക് ഞാൻ ഉടമ്പടി ഉപ്പ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് വയറ്റിൽ നിന്നൊക്കെ നന്നായിട്ട് പോയായിരുന്നു. എല്ലാം പൂർണ്ണം നല്ല ക്ലിയർ ആയായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ അതും ഞങ്ങളുടെ അടുത്ത് തന്നെ, എനിക്ക് അറിയത്തില്ല ഞങ്ങളുടെ അടുത്ത് തന്നെയാണെങ്കിലും, പക്ഷേ 22 എന്നുള്ള ഡേറ്റ് എനിക്ക് അമ്മ കാണിച്ചു തന്നായിരുന്നു. ആ ഡേറ്റിൽ തന്നെ അവരെന്നെ വിളിക്കണത്, എന്നെ ഒരു പരിചയമില്ല എങ്കിൽ പോലും അവരെന്നെ വിളിച്ച് ഞാൻ അവിടെ ചെന്ന് എപ്പോഴും അവിടെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ട്. കാരണം വെച്ചാൽ ആ അമ്മ
കിടന്നിരുന്ന കട്ടിൽ 17-ാം നമ്പർ കട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അമ്മേനെ കൊണ്ടുവന്നതും 17-ാം നമ്പർ റൂമിലോട്ടാണ്. അതൊക്കെ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ട ഒരുപാട്. അവിടെ മറ്റുള്ള രോഗികളെ ഒക്കെ എനിക്ക് സഹായിക്കാൻ, എന്നെക്കൊണ്ടാവുന്ന പോലെ എനിക്ക് സഹായിക്കാനൊക്കെ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.